അഭിനവകാല ന്യൂ ജനറേഷന്റെ പ്രണയം എവിടെ എത്തുന്നത്? കാമുകിയെ വശീകരിക്കുക, കാമുകിയെ വശീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിനവകാല ന്യൂ ജനറേഷന്റെ വാർത്ത കേൾക്കുക. നമ്മുടെ വെളിപ്പാടുകളെയാ കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രാകൃത ജനതയിൽ പോലും കേട്ടിട്ടില്ലാത്ത, കാട്ടുവർഗക്കാരിൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരേ സമയത്ത് 3 പുരുഷന്മാരുമായി കടപ്പുറമം കണ്ടു. അതിലൊരു പുരുഷനെ മറ്റു 2 പേരുമായി കൂടിച്ചേർന്ന് കുളിമുറിയിൽ കൊണ്ടുപോയി തലക്കടിച്ച് കൊലപ്പെടുത്തുമ്പോ അറസ്റ്റ് ചെയ്യപ്പെട്ട പെണ്ണ് പറയാ, അവന്റെ തലയിൽ കരികല്ല് കൊണ്ടടിച്ചത് ഞാനാണെന്ന് മുടുകൊടുക്കുമ്പോ ഇത് ലണ്ടന്റെ കഥയല്ല, ഇത് യൂറോപ്പിന്റെ കഥയല്ല, ഇത് നമ്മൾ എത്തി നിൽക്കുന്ന ഒരു ലോകത്തിന്റെ കഥകളാ. വാർത്തകൾ പറയുമ്പോൾ ഇനി അറിയാത്ത വാർത്തകൾ എത്ര വീടുകളുടെ ഗൃഹാന്തരങ്ങളിൽ നടക്കുകയോ. ഒരേ സമയം 3 ചെറുപ്പക്കാരുമായി കടപ്പുറം കിടുന്ന അതിന്റെ പ്രതികളിൽ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവരുണ്ട്, അതിന് സമൂഹത്തിലെ മേൽവിലാസമുള്ളവരുണ്ട്, അല്ലാതെ സമൂഹത്തിലെ തെരുവോരത്ത് കിടന്ന് ഭിക്ഷയാടിക്കുന്ന സംസ്കാരമില്ലെന്ന് നമ്മൾ പറയുന്നവരുടെ കഥയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞാൽ നമ്മളെക്കാൾ സംസ്കാരമുള്ളത് ചോർന്നലിക്കുന്ന മടയത്തൊന്ന് തലയിടങ്ങാൻ കഴിയാതെ കടത്തിണ്ണകളിൽ അന്തിയുറങ്ങുന്ന തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കറുകറുത്ത നാടോടി പെണ്ണുങ്ങളില്ലേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കേബിള് കുടിച്ചിട്ട് നട്ടുച്ച നേരത്ത് ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് വൈകുന്നേരം ആ സമയത്ത് കേബിള് കുടിക്കുമ്പോഴും നിങ്ങളുടെ ഓമനപ്പൊയ്തിന്റെ മറുഭാഗത്ത് മരത്തിന്റെ കൊമ്പില് ഒരു തുണിയിൽ കെട്ടി തൂക്കിയിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടി കൊടുക്കുന്ന രാത്രിയിലെ കടത്തുന്നതിലെ തന്റെ ഭർത്താവുമൊത്ത് പ്രിയപ്പെട്ട കുഞ്ഞിനെ മാറോട് ചേർത്ത് കിടക്കുന്ന തമിഴ്നാട്ടിലെ നാടോടി പെണ്ണും നാടോടി പുരുഷനും നാടോടി മാതാപിതാക്കൾ അവര് സ്വന്തവര് തട്ടിച്ച നേരത്ത് കേബിള് കുടിച്ചിട്ട് പൈസ കൊണ്ട് മക്കളെ വളർത്തുന്നവർ ഇതേവരെ അവരെ വളർത്തിക്കൊണ്ടുവന്ന മകളെ വ്യഭിചാരത്തിന് കൂട്ടിക്കൊടുത്തിട്ടില്ല, അതുവഴി അവര് സുഖം തേടി പോയിട്ടില്ല. ആ രാത്രിയിൽ വരുന്ന ദുഷ്ടന്മാരുടെ കൈകളിൽ നിന്ന് മക്കളെ രക്ഷിക്കാണ് കെട്ടിപ്പിടിച്ചു കിടക്കുന്ന നാടോടി പെൺകുട്ടികൾ അവരെ നമ്മളെക്കാൾ സംസ്കാരമുള്ളവരാണ്. കാരണം ഇന്ന് നമ്മൾ കേൾക്കുന്നത് സ്വന്തം പെൺകുഞ്ഞുങ്ങളെ പോലും തിരിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ, 14 വയസ്സുകാരിയ പെൺവാണിഭ സംഘത്തിന് കൈമാറുന്ന അമ്മ എല്ലാം പറയുന്നത്. അച്ഛനെ പണ്ട് കാലത്ത് നമ്മൾ പറയാറുണ്ട്, മക്കളും ആ പ്രായബുദ്ധിയായാൽ അച്ഛന് പിന്നെ ഉറക്കമില്ല. കാലം മാറി, കഥ മാറി, ന്യൂ ജനറേഷൻ കടന്നു വന്നു. ഇന്ന് പ്രായബുദ്ധിയായ മക്കൾക്ക് ഉറക്കമില്ല. പണ്ട് അച്ഛനാണ് ഉറക്കമില്ലാത്തത്, ഇന്ന് മക്കൾക്കാണ് ഉറക്കമില്ലാത്തത്. ഒരു പെണ്ണ് പ്രായബുദ്ധിയായി കഴിഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്ന ബെഡ്റൂമിന്റെ വാതിൽ കുച്ചിയിടാതെ കിടക്കാൻ അവൾക്ക് പേടിയാ. അവൾക്ക് പേടി കള്ള് കച്ചവടക്കാരനെയല്ല, അവൾക്ക് പേടി സാമൂഹിക വിരുദ്ധനെയല്ല, മറുഭാഗത്ത് കിടന്നിറങ്ങുന്ന സ്വന്തം പിതാവിനെ പേടിച്ചിട്ട് രാത്രിയിൽ കിടന്നിറങ്ങാൻ ഒരു പെണ്ണിനെ കഴിയാത്ത രീതിയിൽ പെണ്ണാന്ന് കരുതുന്ന ലോകത്തേക്ക് കടന്നു പോകുമ്പോ സഹോദരങ്ങളെ, മലയാളത്തിലൊരു ചെറിയ കവിയുണ്ട് സത്താറാദൂർ, അദ്ദേഹത്തിന്റെ ഒരു ചെറിയ കവിത ഈ സമയത്ത് ഞാൻ വായിച്ചു. അയാള് പറയാനൊരു പെൺകുട്ടിയുടെ ഗദ്ഗതം പാതിരാത്തിന്റെ മറവിൽ കിടന്നിറങ്ങുമ്പോ തന്റെ മാരിടത്തിലേക്ക് കമിഴ്ന്നു വീടുന്നവനിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അച്ഛ എന്ന് നിലവിളിക്കാൻ വാതുറന്നപ്പോ അപ്പോഴാണ് അവൾ അറിയുന്നത് തന്നെ മാനം കെടുത്താൻ വരുന്നത് തന്റെ അച്ഛനാണെന്ന്. ഇനി ആരാണ് അവൾ അഭയത്തിന് വേണ്ടി വിളിക്കുക? ഈ കേരളത്തിന്റെ സാമൂഹിക അവസ്ഥയെ കുറിച്ചിടുന്ന 2 വരികൾ. അച്ഛ എന്ന് വിളിക്കേണ്ട പെണ്ണിനെ അച്ഛനാണ് കീഴ്പ്പെടുത്തുന്നതെന്ന് വരുമ്പോ ഇനി അവൾ ആരുടെ മുമ്പിലാണ് നോക്കുക? പ്രണയമെന്ന് പറയുന്നത്, പെണ്ണെന്ന് പറയുന്നത് ഭോഗിക്കാനുള്ളൊരു വസ്തുവാന്ന് കരുതുന്ന ലോകത്തിന്റെ മുമ്പിലാണ് ധാർമ്മികത നഷ്ടപ്പെട്ടു പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രണയം പണ്ടുമുണ്ടായിട്ടുണ്ട്, ലൈലാ മജ്നൂന്റെ പ്രണയം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കാമുകിയെ കടപ്പുറയിൽ കൊണ്ടുപോയി സർവ്വതം കവർന്നെടുത്തിട്ട് അവളെ മൊബൈൽ ക്യാമറയിൽ പകർത്തി എല്ലാം ഭീഷണിപ്പെടുത്തുന്ന ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന കാമുകനെ കേട്ടിട്ടില്ല. മജ്നൂ പറഞ്ഞതെന്തെന്നറിയോ? ലൈലാ വമാ ലൈലാ വലമാറ മിഥ്ലഹാ وكيف ترى ليلى بعين ترى بها سواها فما تخرت بالمدامع
മജ്നൂൻ എന്ന കാമുകം പാടിയൊരു വാക്കാണ്, ഒരു പ്രേമ കാവ്യമാണ് നിങ്ങളോട് ഞാൻ ന്യൂ ജനറേഷനോട് പാടിത്തന്നത്. وكيف ترى ليلى بعين ترى بها صباها فما تخرت بالمدام. എന്റെ ലൈലയെ കണ്ട കണ്ണുകൾ കൊണ്ട് ഞാൻ ലൈലയല്ലാത്ത വേറൊരു പെണ്ണിനെ കണ്ടാൽ പിന്നെ ആ കണ്ണുകൊണ്ടല്ലേ ലൈലയെ കാണണമെങ്കിൽ ആ കണ്ണ് കഴുകിയതിലുള്ള അഴുക്ക് കളഞ്ഞാലല്ലാതെ എന്റെ ലൈലയല്ലാത്തൊരു പെണ്ണിനെ ഞാൻ കണ്ടാൽ എന്റെ കണ്ണ് ശുദ്ധമായി. ഞാൻ പ്രേമിച്ച എന്റെ പെണ്ണല്ലാതെ വേറൊരു പെണ്ണിനെ ഞാൻ നോക്കിയല്ലോ. പിന്നെ അത് കഴുകി ശുദ്ധിയാക്കിയാലല്ലാതെ പിന്നെ എനിക്ക് എന്റെ ലൈലയെ കാണാൻ കഴിയില്ലെന്ന് അവാച്യമായ പ്രണയത്തിന്റെ അനുഭൂതികൾ തന്റെ ഈരടികളോട് ലോകത്തോട് പറഞ്ഞ ലൈലാ മജ്നൂന്റെ ഈരടികളെ കടമെടുത്തുണ്ട്. ലോകത്തിന്റെ സാംസ്കാരിക നായകനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസാലി റളിയല്ലാഹു തആല ചോദിക്കുകയാ, എടാ പൊന്നുമോനെ, ഇതാണ് മജ്നൂന്റെ അവസ്ഥയെങ്കിൽ നിന്റെ ഈ കണ്ണുകൾ കൊണ്ട് അല്ലാഹുവിനെ ഇഷ്ടപ്പെടാത്ത ഹറാമുകൾ മുഴുവനും കണ്ടിട്ട് മരിക്കുന്നതിന് മുമ്പ് ആ കണ്ണിനെ കണ്ണുനീര് കൊണ്ട് കഴുകി ശുദ്ധിയാക്കാതെ എങ്ങനെയാണ് അല്ലാഹുവിന്റെ ലിഖായിനെ നിനക്ക് കാണാൻ പറ്റുക? ഹറാമുകൾ മുഴുവനും കണ്ടെടുത്തിട്ട് അവസാനം മരിക്കുന്നതിന് മുമ്പ് കണ്ണുനീര് കൊണ്ട് ഈ കണ്ണൊന്ന് കഴുകി ശുദ്ധിയാക്കാതെ എങ്ങനെയാ നിന്റെ റബ്ബിന്റെ ലിഖായിനെ കാണുക? എങ്ങനെയാണ് നിന്റെ സ്വർഗത്തെ കാണുക? അതുകൊണ്ട് ഹറാമ് കാണാനല്ല, ഹറാമ് ചെയ്യാനല്ല. പ്രണയമായി വരുന്നവനോട് മഹിസറെ കുറിച്ച് പറഞ്ഞു കൊടുത്ത പെണ്ണിനെ പോലെ എന്റെ ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരാ, മക്കയിലൊരു മഹാമക്കയിൽ ഏറെ സൗന്ദര്യമുള്ള ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് വഴിയിലൂടെ നടന്നാൽ നോക്കാത്തവരാരുമില്ല. ആ പെണ്ണ് റോഡിലൂടെ നടന്നു പോയാൽ കണ്ണുള്ള ചെറുപ്പക്കാരെ നോക്കാതിരിക്കുകയില്ല. അത്രയേറെ മാദക സൗന്ദര്യത്തിടമായ ഒരു പെണ്ണ് മക്കയിലുണ്ടായിരുന്നു. ഒരു ദിവസം ആ പെണ്ണിന്റെ ഭർത്താവ് പെണ്ണിനോട് ചോദിച്ചു, പത്രേ പെണ്ണേ പെണ്ണേ, നീ റോഡിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ നിന്നെ നോക്കാത്ത ഏതെങ്കിലും ചെറുപ്പക്കാരന് ഈ മക്കയിലുണ്ട് പെണ്ണേ? ആ സമയത്ത് പെണ്ണ് പറഞ്ഞു, ഇല്ല ഇല്ല, ഞാനെന്ന് ഇറങ്ങി നടന്നാൽ എന്റെ ശരീരത്തിന്റെ സൗന്ദര്യം കണ്ടാൽ എന്നെ നോക്കാത്തൊരു ചെറുപ്പക്കാരൻ മക്കയിലില്ല. ആ സമയത്താണ് ഭർത്താവ് ചോദിച്ചത്, പെണ്ണേ നീ സൗന്ദര്യമായി നടന്നു പോയാൽ നിന്നെ കണ്ണുകൊണ്ട് നോക്കാത്തൊരു ചെറുപ്പക്കാർ നീ മക്കയിലില്ല എങ്കിൽ അല്ലാഹു നിനക്ക് തന്ന സൗന്ദര്യം കൊണ്ട് നിനക്ക് കഴിയുമോ? മഹാനായ ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം മക്കാ ഹറമിലെ പണ്ഡിതനാണ്. മക്കയിലെ ഹറമിന്റെ മത്താഫിൽ നിന്നിട്ട് ദർസ് പറഞ്ഞു കൊടുക്കുന്ന അല്ലാഹുവിനെ പേടിക്കുന്ന ചെറുപ്പക്കാരനാ. നിന്റെ സൗന്ദര്യം കൊണ്ട് ഉബൈദ് ബിൻ ഉമൈറിനെ ഒന്ന് നോക്കിക്കാൻ നിന്നെ കൊണ്ട് കഴിയോ പെണ്ണേ? നിന്നെ കൊണ്ട് കഴിയോ പെണ്ണേ? ജനറേഷൻ ചെറുപ്പക്കാരാ, ചരിത്രത്തിന്റെ ഉബൈദ് ബിൻ ഉമൈറാവാൻ, ചരിത്രത്തിന്റെ ഉമൈർ ബിൻ ഉമൈറാണ്. വിശ്വത്തിന്റെ വിശാല വീതികൾ, വിശ്വാസത്തിന്റെ വിശാലത പഠിപ്പിച്ചു കൊടുത്ത ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മമക്കയിലാണ് നടക്കുക. ആ പെണ്ണണിഞ്ഞൊരുങ്ങിയിട്ട് മഹാനായ ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു മക്കയിലെ ദർസിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ പെണ്ണ് ചോദിച്ചു, ഉബൈദ് ബിൻ ഉമൈറേ, എനിക്ക് നിങ്ങളോട് കുറച്ച് മസല ചോദിക്കാനുണ്ട്, ഞാൻ ചോദിച്ചു കൊള്ളട്ടെയോ നിങ്ങളോട്? ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു അനുവാദം കൊടുത്തു. ആ പെണ്ണ് പറഞ്ഞു, ഇല്ല ഇല്ല, എന്റെ ചോദ്യങ്ങളെ പരസ്യമായിട്ടൊരു സദസ്സിന് ചോദിക്കാൻ കഴിയില്ല. നമുക്ക് ആ ഹറമിന്റെ മറുഭാഗത്തുള്ള മുറ്റത്തെ മറവുള്ള ഭാഗത്തേക്ക് മാറി നിൽക്കാം. ആ പെണ്ണവിടേക്ക് മാറി നിന്ന് ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്താ ചോദിക്കാനുള്ളത് പറഞ്ഞുകൊള്ളുക. ആ പെണ്ണ് ചോദിച്ച ചോദ്യമേനെന്നറിയോ? ഉബൈദ് ബിൻ ഉമൈറേ, ഈ ഭിത്തിയുടെ മറുഭാഗത്ത് ഇങ്ങനെ നമ്മൾ നിൽക്കുമ്പോ ആരും നമ്മളെ കണ്ടിട്ടില്ല. അതുകൊണ്ടെന്റെ ഈ സുന്ദരമായ ശരീരം, മക്കയിലെ ചെറുപ്പക്കാരുടെ ഉറക്കം കടത്തുന്ന മാദക ശരീരം ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാ. എന്നിലേക്ക് വരൂമൈ, എന്നിലേക്ക് വരൂമൈ.
ഈ സാഹചര്യത്തെയാണ് നമ്മുടെ ഖുർആൻ നമ്മോട് പറഞ്ഞു കൊടുത്തത്. ചന്ദനക്കെട്ടിൽ ചാരിയിരുന്നിട്ട് വീടിന്റെ അറ്റത്ത് നിൽക്കുന്ന സുന്ദരനായ യൂസുഫിനെ പ്രേമാതിരാഗത്തോടെ കെട്ടിപ്പിടിച്ച യൂസുഫിനെ സുലൈഖ കെട്ടിപ്പിടിക്കാൻ വന്നപ്പോ എനിക്കെന്റെ റബ്ബിനെ പേടിയാ, എനിക്കെന്റെ റബ്ബിനെ ഭയമാ, എനിക്ക് നരകത്തിന്റെ തീയെ പേടിയാ, എനിക്ക് സിറാത്ത് എന്ന പാലത്തെ ഭയമാ, എനിക്ക് പടച്ചറപ്പിന് മുമ്പ് പച്ചമണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ചറപ്പിന് മുമ്പ് ഏകനായി വിചാരണ നേരിടുന്ന ദിവസത്തെ പേടിയാ എന്ന് പറഞ്ഞിട്ട് സുന്ദരിയായ സുലൈഖയോട് അല്ലാഹുവിനെ പേടിയാന്ന് പറഞ്ഞ യൂസുഫ് നബിയുടെ ചരിത്രം ഹറം ഷരീഫിന്റെ മുറ്റത്താവർത്തിക്കപ്പെടുകയാ. യൂസുഫിന് മറ്റൊരു ചരിത്രത്തിന്റെ യൂസുഫായി ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു ആരുമില്ലാത്ത സമയത്തും മാദകത്തിടമ്പായ പെണ്ണ് തന്നെ വിളിക്കുമ്പോ ആ പെണ്ണിനോട് ചോദിച്ചു, പത്ര പെണ്ണേ, നീ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ പെണ്ണിനോട് ചോദിച്ചു, പെണ്ണേ നാളെ നിന്റെ അടുക്കലെ കസറായിൽ വന്നിട്ട് 6 അടി മണ്ണിലേക്ക് നീ തിരിച്ചു പോകുമ്പോ 6 അടി മണ്ണിന്റെ ഉള്ളിൽ 3 വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ കബറിന്റെ ഉള്ളിൽ നീ കിടക്കുമ്പോ എന്ന് നിന്നോട് ചോദിക്കുന്ന ദിവസം 6 അടി മണ്ണിന്റെ ഉള്ളിൽ നീ ഒറ്റയ്ക്ക് കിടക്കുന്ന ദിവസത്തിൽ നിന്റെ ഈ വ്യഭിചാരം അവിടെ വരുന്നത് ഇഷ്ടമാണോ പെണ്ണേ? 6 അടി മണ്ണിൽ ആരുമില്ല, ഒറ്റയ്ക്ക് കിടക്കുന്ന ദിവസം, ഒറ്റയ്ക്ക് കിടക്കുന്ന ദിവസം മഹിഷ്കര കബറാണ്. ആ കബറിൽ ആരാരുമില്ല. 2.5 മണിക്കൂർ തന്റെ ശരീരത്തിന്റെ അഭിനയം കൊണ്ട് നിന്നെ പൊട്ടിച്ചിരിപ്പിച്ച, കൂടിയിരുന്നിട്ട് കണ്ട് നിന്നെ പൊട്ടിച്ചിരിപ്പിച്ച, അഹമ്മദാബാദിലെ 5 നക്ഷത്ര ഹോട്ടലിൽ നാളെ അഭിനയിക്കാനിരിക്കുന്ന സിനിമയുടെ തിരക്കഥ കേട്ടിട്ട് രാവിലെ നേരത്തെ എഴുന്നേൽപ്പിക്കണേ എന്ന് കൂട്ടുകാരിയോട് ഏൽപ്പിച്ചിട്ട് കിടന്നുറങ്ങിയ, രാവിലെ കുലുക്കി വിളിച്ചിട്ടും എഴുന്നേൽക്കാട് അവസാനം നടന്നുപോയ ആയിരക്കണക്കിന് ആളുകളെ തന്നെ അഭിനയ സിദ്ധിയുടെ പുറകിൽ നിൽപ്പിച്ച നിന്റെ കൽപ്പന എവിടെ? കബറിന്റെ ഉള്ളിൽ ഒറ്റയ്ക്കാണ്. അവളുടെ സിനിമ കാണാൻ ആയിരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ 6 അടി മണ്ണിൽ ആ പെണ്ണും ഒറ്റയ്ക്കാണ്. ചുവന്ന ചുണ്ടുകളുള്ള, വിടർന്ന നെറ്റിത്തടമുള്ള, മാരിവില്ലിന്റെ മനോഹാരിത മുഖത്തിന്റെ മന്ദസ്മിതത്തിൽ ഒതുക്കി വെച്ച കാർക്കൂന്തലുകൾ നിതമ്മര മാറി നിന്ന് നിന്നെ മോനിഷയുടെ ആ പെണ്ണും 6 അടി മണ്ണിന്റെ 6 അടി മണ്ണിന്റെ സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ. വേഗമായ 6 അടി മണ്ണിന് മുൻകറിഞ്ഞ കീറും വരുമ്പോ നീ ആഗ്രഹിക്കുന്ന വ്യഭിചാരം ആ മണ്ണിൽ വരുന്നത് നീ ഇഷ്ടപ്പെടുന്ന പെണ്ണേ. നിന്റെ ഈ കാട്ടിക്കൂട്ടലുകൾ, നിന്റെ ഈ പ്രണയം, നിന്റെ ഈ അന്യപുരുഷന്റെ മണ്ണം, നിന്റെ ഈ വസ്ത്രവിധാനങ്ങൾ, അതെല്ലാം നിന്റെ കബറിന്റെ ഉള്ളിൽ വരുന്നത് ഇഷ്ടപ്പെടുന്ന പെണ്ണേ. ഇല്ല 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 ഇല്ല, എനിക്ക് ആ സമയത്തൊരു പേടിയാണ്. ആ പെണ്ണ് സുന്ദരിയെങ്കിലെ തക്കവയുള്ള പെണ്ണാ. രണ്ടാമത് ചോദിച്ചു, പെണ്ണേ, നാളെ പരലോകത്ത് പടച്ചറപ്പിന്റെ മുമ്പിൽ ഹിസാബിന് നിൽക്കുമ്പോ തമ്മാടികളെ മാറി നിൽക്കുന്ന നരകത്തിന്റെ ഭാഗത്തിലേക്കെന്ന് അള്ളാന്റെ മലക്കുകളെ വിളിച്ചു പറയുമ്പോ ആ സമയത്ത് നിന്റെ വിചാരണ നേരിൽ നിന്റെ മുമ്പിൽ വരുന്നത് നിനക്ക് ഇഷ്ടമാണോ പെണ്ണേ? ഇല്ല ഇല്ല, എനിക്കിഷ്ടമല്ല. നാളെ എല്ലാം കഴിഞ്ഞ് സിറാത്തിന്റെ മുകളിലൂടെ നടന്നു പോകുമ്പോ നരകത്തിന്റെ തീജ്വാലകൾ നിന്റെ കാതിലേക്ക് കടന്നു വരുമ്പോ അപ്പടി വ്യഭിചാരം അവിടെ വരുന്നത് നിനക്കിഷ്ടമാണോ പെണ്ണേ? ഇല്ല ഇല്ല, എനിക്കിഷ്ടമല്ല. എന്നാൽ അവസാന ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ, ഒരു വിഭാഗം സ്വർഗ്ഗത്തിലേക്ക്
സ്വർഗത്തിലേക്ക് പൊക്കോ, ഒരു വിഭാഗം നരകത്തിലേക്ക് പൊക്കോ. സ്വർഗം നമ്മളെ മാടി വിളിക്കുമ്പോ, നരകം നമ്മളെ പേടിപ്പെടുത്തുമ്പോ, സ്വർഗത്തിലേക്ക് പെണ്ണെ നീ പോകാനാന്ന് നിൽക്കുമ്പോ നരകത്തിലേക്ക് പിടിച്ചു വലിക്കാൻ ഈ വ്യഭിചാരം അവിടെ കൂട്ടിനെത്തുന്നത്. നിനക്കിഷ്ടമാണ് പെണ്ണെ? അല്ല 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 അല്ല, എനിക്കിഷ്ടമല്ല. എന്നാൽ അള്ളാനെ പേടിച്ചിട്ട് ഇതിൽ നിന്ന് മാറി നിൽക്കണേ. പൊട്ടിക്കരഞ്ഞു വന്ന സുന്ദരി പെണ്ണ് എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയെന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോടും ഓർമ്മിപ്പിക്കുകയാണ്. പ്രണയത്തിന്റെ കാര്യം പറയുമ്പോ പരലോകത്തെ പറയുന്ന ന്യൂ ജനറേഷൻ പെണ്ണും പ്രണയത്തിന്റെ ലൈംഗികത പറയുമ്പോ കബറിനെ ഓർമ്മിപ്പിക്കുന്ന ന്യൂ ജനറേഷൻ പുരുഷനും ഒരു സമൂഹത്തിലുണ്ടാകുമ്പോ എന്റെ സഹോദരങ്ങളെ ആവാൻ തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ആ ബോധം നൽകട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സ്വഭാവത്തെ അല്ലാഹു അങ്ങനെ മാറ്റി തരുമാറാകട്ടെ. കടിയണം സഹോദരങ്ങളെ, ഇതൊക്കെ വളരെ നശ്വരമാണ്. ഇതൊക്കെ വെറും നശ്വരമാണ്. ഇവിടെ ചില ആളുകൾ വിജയിക്കും, ചില ആളുകൾ പരാജയപ്പെടും. സാമ്പത്തികമായി വിജയിക്കും. ഒരു വിഭാഗം ആളുകൾക്കൊന്നും ഉണ്ടാവില്ല. പട്ടിണിക്കാരനെന്നും പട്ടിണിയായിരിക്കും. അധ്വാനിക്കുന്നവനെന്നും അധ്വാനമുള്ളവനെപ്പെടും വിദ്വാന, കുന്നുള്ളതും കുടിയാക്കിടും കുടിയാന. അധ്വാനമുള്ളവനെപ്പെടും വിദ്വാന, കുന്നുള്ളതും കുളമാക്കിടും കുഴിയാന. വലിയ മണൽക്കൂട്ടമാണെങ്കിലും കുഴിയാന കുറെയൊക്കെ പരിശ്രമിക്കുമ്പോ അത് നിരപ്പായി മാറും. കുഴിയാനയെ പോലെ അധ്വാനിക്കുന്നവൻ അവൻ ജീവിതത്തിൽ വിജയിച്ചു വരും. മണ്ണിന്റെ കൂമ്പാരം കണ്ടിട്ട് കുഴിയാന തിരിച്ചു പോവാറില്ല. അത് അവിടെ ഇരുന്ന് മെല്ലെ മെല്ലെ പുറകോട്ട് ചലിച്ച് കാലുകൾ കൊണ്ട് വയറ്റി വലിയ കുന്നുകൾ കുളമാക്കി മാറ്റുന്ന കുഴിയാനയെ പോലെ അധ്വാനിക്കുന്നവൻ വിജയത്തിലേക്ക് പോകും. പക്ഷെ ഭൗതികമായ ജീവിതത്തിന്റെ ഈ നിരർത്ഥകത്തിൽ ജീവിച്ചിരിക്കുന്നവർ ഒരിക്കലും ഇതാണ് വലുത് എന്ന് കരുതുന്നവർ അവർ ജീവിതത്തിന്റെ വിജയത്തിലോട്ട് കടന്നു പോവില്ല. പിന്നെ തെറ്റുകൾ വരുമ്പോൾ അള്ളാനെ ഓർമ്മിപ്പിച്ചു കൊടുക്കുന്ന, പരലോകത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന, നമുക്ക് ഈ ദുനിയാവ് മതിയോ, ഇങ്ങനെ ജീവിച്ചാൽ മതിയോ, നമുക്ക് നാളെ പരലോകത്തിൽ അള്ളാന്റെ മുമ്പിൽ നിൽക്കേണ്ടതല്ലേ എന്ന ഒരു ബോധത്തിനല്ലാതെ ഒരു സെമിനാറിനും സിമ്പോസിയത്തിനും ഇവരെ നന്നാക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? മാരകമായ കരൾ രോഗം ബാധിച്ച് ഇനി കുടിച്ചാൽ മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടും കലാപവും മണി. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ ശീലത്തെ അദ്ദേഹത്തിന് പിടിച്ചു നിർത്താൻ പറ്റാത്തതുകൊണ്ട്. ഒത്തിരി നല്ല സ്വഭാവങ്ങളൊക്കെയുള്ള, പാവങ്ങളെയൊക്കെ സഹായിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്ന് ചാലക്കുടിക്കാര് മുഴുവനും പറയുന്നുണ്ട്. എന്നാലും കരള് തീർന്നു, ഇനി കുടിച്ചാൽ മരിക്കുമെന്ന് ഡോക്ടർമാര് പറഞ്ഞിട്ടും അദ്ദേഹത്തിന് വീണ്ടും കുടിച്ചത് ആ ശീലത്തെ മാറ്റാൻ കഴിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ഈ പുതിയ ലോകത്തിന്റെ ശീലങ്ങളെ മാറ്റണം, ഈ സ്വഭാവങ്ങളെ മാറ്റണം. ഞാനൊന്ന് ഫ്രീക്കായാലേ ശരിയാവൂ, ഇല്ലെങ്കിൽ എല്ലാവരും എന്നെ പഴഞ്ചനെന്ന് വിളിക്കുമെന്ന ഈ അപകർഷതാബോധത്തെ മാറ്റാൻ. എനിക്കൊരു വലിയൊരു സ്മാർട്ട് ഫോൺ ഇല്ലെങ്കിൽ, എന്റെ മൊബൈൽ ഡാറ്റയിൽ MB എല്ലാ ദിവസവും ബാക്കിയില്ലെങ്കിൽ, ഞാൻ ഈ പണ്ട് കോണാനായിട്ട് ഉപയോഗിച്ചത് ഇന്ന് ഞാൻ ബെർമുടയായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ, ഞാൻ എന്റെ മുടി ഇങ്ങനെ ചെതറി തിന്നത് മാതിരി വെട്ടിയിട്ടില്ലെങ്കിൽ ഞാനൊരു പഴഞ്ചനായി പോയാലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ ഈ ലോകം നിങ്ങൾക്കുള്ളതല്ല. കോടികൾ പ്രതിഫലം വാങ്ങി, പക്ഷെ ഇതൊന്നും വേണ്ടെന്ന് വിചാരിച്ചാലോ? നടക്കില്ലേ? കോടികൾ വാങ്ങിക്കുന്ന ആശിഷ് നെഹ്റ എന്ന ഇന്ത്യൻ ക്രിക്കറ്റർക്ക് പഴയൊരു നോക്കിയയുടെ ഫോണാണെന്ന. അപ്പൊ ലോകത്തൊരാൾക്ക് എല്ലാവർക്കും സമൂഹത്തിനൊപ്പം നടക്കണമെന്നില്ല. ഞാൻ ഇങ്ങനെ ആയാലേ എന്നെ എല്ലാവരും നോക്കൂ, ഞാൻ അറിയൂ എന്ന ഒരു ചിന്തയാണ്. വളർന്നു വരുന്ന കുട്ടികളെ പോലും, കുട്ടികളുടെ ഹെയർ സ്റ്റൈൽ വരെ മാറിപ്പോയി. എന്റെ നാട്ടിലൊരു ബാർബർ ഉണ്ട്, നമ്മുടെ സുഹൃത്തൻ. അവിടെ പോകുമ്പോ മുടിവെട്ടാൻ പോകുമ്പോ ഒരു ഉസ്താദെ, കുട്ടികളൊക്കെ മൊബൈലിൽ ഫോട്ടോയുമായിട്ട് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഹെയർ സ്റ്റൈല് ഫോട്ടോ ഇമേജ് ആക്കിയിട്ട് കൊണ്ടുവന്ന് കാണിച്ചിട്ടാണ് കുട്ടികൾ ഇപ്പൊ വെട്ടുക. പണ്ട് മൊബൈൽ ബാർബർ ഷോപ്പിൽ പോയിട്ട് മുടി അന്നാണ് ആദ്യം, എന്റെയൊക്കെ ചെറുപ്പകാലത്താണ് ഈ സമ്മർ കട്ടിങ് ഇറങ്ങുന്നത്. സമ്മർ കട്ടിങ് എന്ന് പറഞ്ഞാൽ അന്ന് വരെ നമ്മുടെയൊക്കെ നാട്ടിൽ, എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ
ഈ രണ്ട് ഭാഗത്തേക്ക് വകഞ്ഞു വെച്ചിട്ട് ഇതിങ്ങോട്ട് മേലോട്ട് കാറ്റത്തെ കിളിക്കൂടെന്ന് പറയും. കിളിക്കൂട് മാതിരി ഇങ്ങനെ കെട്ടിവെക്കും, ഇങ്ങനെ മുകളിലോട്ടൊന്ന് ഈറ്റി വെക്കും എണ്ണയൊക്കെ വെച്ച്. അന്ന് കുളിക്കാൻ നേരത്ത് ഉമ്മ എണ്ണ തലയിൽ വെക്കാതെ കുളിച്ച കുളി ശരിയാവൂല, കുളിപ്പിക്കും. എന്നിട്ട് രണ്ട് ഭാഗത്തേക്ക് വകഞ്ഞിട്ട് ഇങ്ങനെയൊന്ന് മേപ്പോട്ട്. ആ സമയത്താണ് ആദ്യമായി ഹീറ്റർ വരുന്നതും. ഹീറ്റ് ചെയ്തിട്ട് മുടി സമ്മർ കട്ടിങ് ആക്കി മേപ്പോട്ട് വെക്കുന്നത്. അങ്ങനെ എല്ലാവരും ആദ്യമായിട്ട് മുടിയുടെ സ്റ്റൈല് മാറുന്നത് ആ സമയത്താണ്. എന്റെ കൊച്ചുകാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്. അതെന്റെ വയസ്സ് ഏതാണ്ട് ഒരു 10-12 വയസ്സ്. അപ്പൊ ഏതാണ്ട് ഒരു 10-30 ഒരു 10-26 വർഷം മുമ്പ്. അങ്ങനെ എല്ലാ ക്ലാസ്സിലുള്ള മുഴുവൻ ആളുകളും കുട്ടികളും അതൊക്കെ മാറ്റിയപ്പോ എനിക്കും ഒരാഗ്രഹം. അങ്ങനെ ഞാനന്ന് പോയി ആദ്യമായിട്ട് മുടി ഒന്ന് മേപ്പോട്ട് ചീകുന്ന രീതിയിൽ മേപ്പോട്ടാക്കി. വീട്ടിൽ വന്നപ്പോ ഉമ്മ എന്നോട് ചോദിച്ചത് എന്ത് പന്നിയുടെ മുള്ളുമാരിക്കണം, പോടാ തിരിച്ചെന്ന് പറഞ്ഞു. രണ്ടാമതൊന്നുകൂടി കൊണ്ടുപോയി. അന്ന് ഞാൻ അങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ അങ്ങനെ വെക്കാം. എനിക്കൊരു 12 വയസ്സുള്ള പ്രായം. അന്ന് ഞാൻ അങ്ങനെ ഹെയർ സ്റ്റൈല് മേപ്പോട്ടാക്കിയപ്പോ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ട് എന്ന് മനസ്സിലാക്കിയ എന്റെ ഉമ്മ രണ്ടാമത് പോയിട്ട് എന്നെ മുട്ടയടിപ്പിച്ചു കൊടുത്തു. ഞാൻ ഇപ്പൊ അതൊക്കെ അന്നൊക്കെ ഉമ്മാനെയൊക്കെ ഒന്ന് മനസ്സിലെങ്കിലും 2 പറഞ്ഞിട്ടുണ്ടാവും. നേരെ പറഞ്ഞ ഞൊട്ടു ഇങ്ങനെയാണ് എന്റെ ഉമ്മ. ഇങ്ങനെ എന്തേലും നേരെ പറഞ്ഞ ഒരൊറ്റ ഞൊട്ട ഇവിടെ. മോനെ അതൊക്കെ ഒരു ശിക്ഷണത്തിന്റെ കാലമായിരുന്നു. കൊച്ചുകാലത്ത് വേണ്ടാത്തൊരു വർത്താനം വന്നാൽ ഉമ്മ വന്നിട്ട് ഈ വിരൽ വെച്ചിട്ടൊരു കിട്ടിട്ടില്ല. നിങ്ങൾക്കായിരിക്കും നിങ്ങൾ അന്നേ മുത്തക്കിയ അല്ലെ? നിങ്ങൾ അന്നേ മുത്തക്കി കിട്ടിയിട്ടില്ല ഞൊട്ട്. ആ ഞൊട്ടൊരെണ്ണം ഇങ്ങനെ കിട്ടിയാൽ പിന്നെ നമ്മൾ ആ വാക്ക് പറയാൻ നേരത്ത് നമ്മൾ വീണ്ടും പകുതി വന്നിട്ട് അകത്തോട്ട് വലിക്കും. കാരണം ആ ശിക്ഷണത്തിന്റെ മുറയാണത്. ഇന്ന് നമ്മുടെ കുട്ടികളെ നിങ്ങളൊന്ന് ഞൊട്ടി നോക്ക്. അവൻ വലത്തേക്ക് വെച്ച് നമ്മുടെ കവാല തപ്പടിച്ചിരിക്കും, അടിച്ചിരിക്കും, ഉറപ്പാണ്. നിങ്ങൾ ഇന്നത്തെ കുട്ടികളെ നിങ്ങൾ പരിശോധിച്ച് നോക്കും. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ആയില്ലെങ്കിൽ ഞാൻ ഈ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന ഒരു അപകർഷതാ ബോധം നമ്മുടെ കുട്ടികളെ, നമ്മുടെ ന്യൂ ജനറേഷനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഞാൻ പിന്നീട് ആ മുടി അങ്ങനെ വെട്ടിയിട്ടേ ഇല്ല, ഇന്നും വെട്ടാറും. അള്ളാഹു നമ്മളെ എല്ലാവരെയും അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോഴും വയസ്സ് ഇത്ര ആയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോ ഭാര്യയോ വല്ലപ്പോഴൊക്കെ പറയിച്ചേ നിങ്ങൾ അത് ചെയ്യണ്ടായിരുന്നു എന്ന് എന്നോട് പറഞ്ഞാലും അങ്ങനെ എന്നെ വഴക്ക് പറയുന്ന ഒരു കാര്യം ഉണ്ട് എന്നെനിക്കൊന്നും ഞാൻ ഉമ്മയുടെ മുമ്പിൽ കൂടെ പോയില്ല, ഇപ്പോഴും പോയില്ല. ഞാൻ മനഃപൂർവ്വം ആ സൈഡിൽ നിന്ന് മാറി നിൽക്കും. കാരണം ഉമ്മ വഴക്ക് പറഞ്ഞ എപ്പോഴും വിഷമമാണ്. അത് പണ്ട് മുതലേ ഉണ്ടായൊരു വിഷമത്തിന്റെ ഭാഗം. ഇപ്പൊ ഏത് കുട്ടികൾക്ക് ഉമ്മ വഴക്ക് പറഞ്ഞ വിഷമമുള്ളത്, മനസ്സിലൊരു സങ്കടമുള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോ കണ്ണറിഞ്ഞിട്ട് ഉമ്മ ഞാൻ അറിയാതെ പറഞ്ഞതാണെന്ന് പറഞ്ഞ് മാപ്പ് പറയുന്ന മക്കൾ എത്രയും നമുക്കുള്ളത്. നമ്മുടെ മക്കളൊക്കെ ഒരു ന്യൂ ജനറേഷൻ ആയി എന്നുള്ളത് നിങ്ങൾ വിചാരിക്കേണ്ട. ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ മുടി ഇങ്ങനെ ഫ്രീക്കായി ബർമുഡയില് നബിദിനത്തിന് തോരണം കെട്ടിയമാരും ആലുവിട്ട് നടക്കുന്ന കുട്ടികളാണെന്ന് കരുതണ്ട. നമ്മുടെ മക്കൾ മനസ്സുകൊണ്ടൊരു ന്യൂ ജനറേഷൻ ആയിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ ശിക്ഷിക്കാനുള്ള അധികാരമില്ല. നമ്മുടെ വഴിയിലൂടെ സ്വതന്ത്രമായി ചതിക്കാനും ചിന്തിക്കാനും നമുക്ക് കഴിയുമെന്ന് ചിന്തിക്കുന്നൊരവസ്ഥയിൽ നമ്മുടെ മക്കൾ മനസ്സുകൊണ്ടൊരു പുതിയ തലമുറയായി മാറിയിട്ടുണ്ട്. സൂക്ഷിക്കണം, അത് അപകടമാണ്, വളരെയേറെ അപകടമാണത്. ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ നടന്നുപോയാൽ ആ അവസ്ഥയിൽ നിന്ന് നമ്മുടെ മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് ആദ്യകാലം മുതലേ നിങ്ങളുടെ ജീവിതത്തിലെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള പരിചരണവും പരിശീലനവും നിങ്ങളുടെ മക്കൾക്ക് കൊടുത്ത് നിങ്ങൾ കൊണ്ടുവരാവോ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അതുകൊണ്ട് ഈ പുതിയ ലോകത്ത് ഒരു വേറിട്ട വഴിയിലൂടെ നടക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളാണ് മണ്ടന്മാർ. ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് അടക്കാണ്. ഇപ്പൊ മിക്കവാറും മഹാമാരി മുഴുവനും അതിന്റെ മുമ്പിലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ നടന്നു. നമ്മുടെ മിക്കവാറും ആശാന്മാരെല്ലാം അതിനകത്തുണ്ട്. വേൾഡ് കപ്പ്. ഞാനിപ്പോ സഹാബത്തിന്റെ കഥയൊന്നും പറയുന്നില്ല. ന്യൂ ജനറേഷനോട് ആകാൻ പറ്റും മോനെ.
ആകാൻ പറ്റും നമുക്ക്. വേൾഡ് കപ്പ് നടക്കുമ്പോ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വേൾഡ് കപ്പ് നടന്നത് റമദാനിലാണ്. കഴിഞ്ഞ മുമ്പിലത്തെ വർഷമല്ലേ വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നത്? കഴിഞ്ഞല്ല, വളർക്കാം. കഴിഞ്ഞ റമദാനിലല്ല എന്നുള്ളൊരു ഉറപ്പായിരിക്കും. അതിന് മുമ്പിലത്തെ നോയമ്പിന് കഴിഞ്ഞ മുമ്പിലത്തെ റമദാനല്ല ഉറപ്പ്. ഖുർആനിൽ എത്ര ബിസ്മിയുണ്ട്? കുനിഞ്ഞ് കഴിഞ്ഞതിന് മുമ്പിലത്തെ റമദാനിലാണ് വേൾഡ് കപ്പ് നടന്നത്. നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. എനിക്കാ കാര്യം ഉറപ്പാ. ഞാൻ കണ്ടത് കൊണ്ടല്ല. അന്നാണ് ഒരു പ്രമുഖ ചാനൽ എനിക്കെതിരെ ആദ്യമായി ഫേസ്ബുക്കിൽ ഉറഞ്ഞു തുള്ളിയത്. ഞാൻ മെസ്സിക്കെതിരെ പ്രസംഗിച്ചു. ആ പ്രസംഗം മെസ്സിക്കെതിരെ ആയിരുന്നില്ല. ഞാൻ മലപ്പുറത്ത് കൂടി പോകുമ്പോ തറാവീഹ് പള്ളിയിൽ നടക്കുന്നു. പള്ളിയുടെ മറുഭാഗത്തുള്ള വിശാലമായ സ്ക്രീൻ ലൈബ്രറിയുടെ മുമ്പിൽ വെച്ച് മുസ്ലിം കുട്ടികൾ വേൾഡ് കപ്പ് കാണുന്നു വിശുദ്ധ റമദാനിൽ. സാവോപോളയിൽ ബ്രസീലിന്റെ സാവോപോളയിലെ ഗ്യാലറികളിൽ ഉണ്ടായ ബ്രസീലിന്റെ കൊടികൾ നമ്മുടെ മുസ്ലിം പള്ളിയുടെ മിനാരത്തിന്റെ മുകളിൽ വരെ കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ സംസ്കാരം, മെസ്സിയെ നിങ്ങൾ കാൽപന്ത് കളിയെ സ്നേഹിക്കുന്ന ആളല്ല. ഞാൻ നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ആളാണ്. ഞാൻ ഇപ്പോഴും കളിക്കാറുണ്ട്. അതുകൊണ്ട് ഈ കൊച്ചിക്കാരായ ചെറുപ്പക്കാരോട് ഞാൻ പറയാം, ഞാൻ അങ്ങനെ ഒരു വല്ലാതെ അങ്ങനെ അടച്ചാക്ഷേപിക്കുക. ഞാൻ ഇപ്പോഴും കിട്ടുന്ന സമയത്തൊക്കെ കളിക്കാറുള്ള നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ആളാണ്. ഞാൻ ഇപ്പോഴും കളിക്കാറുണ്ട്. മെസ്സിയെ ഞാൻ വിമർശിച്ചില്ല. മെസ്സി ഈ ഫുട്ബോൾ കളി ഭ്രാന്തന്മാർ നിങ്ങളുടെ മനസ്സിൽ സംസ്കാര അധിനിവേശം നടത്തരുത്. മെസ്സിയുടെ സ്വഭാവം ഇതാണ് എന്ന് ഞാൻ ആ കാര്യത്തെ കുറിച്ച് പ്രസംഗിച്ചപ്പോ അന്ന് ഉറഞ്ഞു തുള്ളിയ ചാനലുകൾ അവരുടെ മുമ്പിൽ പോയിട്ട് ഞാൻ വീണ്ടും പ്രസംഗിച്ചു, മെസ്സി വ്യഭിചാരിയാണ്.